പി കെ നവാസ്, ഇന്നിപ്പോൾ അൻവർ നടത്തിയ പ്രതികരണങ്ങൾ, അതിനുശേഷം പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രതികരണത്തിന് ശേഷം അൻവർ നടത്തിയ പ്രകടനം, ഇതൊക്കെ നിങ്ങളും നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വാതിൽ പതുക്കെ തുറന്നിട്ടു എന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് ചില പ്രതികരണങ്ങൾ വന്നു. ലീഗിൽ നിന്ന് തുടക്കത്തിൽ തന്നെ അവിടുത്തെ പ്രാദേശിക നേതാവിൻ്റെ പ്രതികരണം വന്നത് പിന്നാലെ കുഞ്ഞാലിക്കുട്ടി അത് തള്ളി. അപ്പോഴാണ് ഈ നെക്സസ് ഉണ്ട് എന്നുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ അൻവർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ അൻവറിനെ നിങ്ങൾ സ്വീകരിക്കുമോ? ഇന്നത്തെ നിലയിലുള്ള അൻവറിനെ? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വളരെ കൃത്യമായി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അൻവറിനെ ആരെടുക്കുന്നു, അൻവറിനെ എങ്ങോട്ട് പോകുന്നു, അൻവർ ഈ വിഷയത്തിൽ ഏത് പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്നൊന്നും അല്ലല്ലോ പ്രശ്നം. അൻവർ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്റെ കാതൽ, അതിൽ നിന്ന് സബ്ജക്ട് തിരിഞ്ഞു പോവാതിരിക്കാൻ ഞങ്ങൾ ജാഗ്രതയോട് കൂടി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, നിങ്ങളിപ്പോൾ കാണിച്ച വിഷയം മുഖ്യമന്ത്രി പറഞ്ഞു അൻവറിന്റെ ആരോപണങ്ങളെ ഞങ്ങൾ തള്ളിക്കളയുന്നു. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദമാഷ് പറഞ്ഞു പ്രവർത്തകർ രംഗത്തിറങ്ങണം അൻവറിനെ പ്രതിരോധിക്കാനെന്ന്. എന്തിന്റെ പേരിലാണ് ഈ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നത്? എന്തിനാണ് പാർട്ടി സെക്രട്ടറി പ്രവർത്തകർ രംഗത്തിറങ്ങണം എന്ന് പറയുന്നത്? എന്താ അൻവർ പറഞ്ഞ വിഷയം? അത് അൻവർ പറഞ്ഞ വിഷയം മാത്രമല്ലല്ലോ, കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ചൊരു വിഷയം അത്യന്തം ഗൗരവകരമാണ് എന്ന് ഭരണപക്ഷ എം എൽ എക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഭരണപക്ഷ എം എൽ എ തന്നെ പരസ്യമായി പ്രതികരിക്കാൻ വേണ്ടിയിരുന്നു. ആ ഭരണപക്ഷ എം എൽ എ പരസ്യമായി പ്രതികരിക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ സ്വാഭാവികമായ ഒന്നാണ്, സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒന്നാണ്. അതിന് മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. ആ വാർത്തകളിലൂടെ അൻവർ വീണ്ടും തെളിവുകൾ പുറത്തുവിട്ടു. നോക്കൂ, ഏറ്റവും പരമപ്രധാനമായ ഗൗരവമുള്ള വിഷയമല്ലേ ഇന്നിപ്പോ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, പോലീസിലെ RSS ബന്ധം. അൻവർ എങ്ങോട്ട് പോകുന്നു? അൻവറിനെ CPM ഡൈവേഴ്സ് ചെയ്തോ അല്ല ഇനി അവർ രണ്ടാമത് പുനർവിവാഹം നടത്തുമെന്നല്ലല്ലോ നമ്മുടെ പ്രശ്നം. അവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഈ പാർട്ടി എടുത്ത നിലപാടെന്താണ്, ഗവൺമെന്റ് എടുക്കുന്ന ഒരു നിലപാടെന്താണ്? RSSും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ച് ഈ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അൻവർ മാത്രം പറഞ്ഞ കാര്യമല്ലല്ലോ. നിങ്ങൾക്കറിയാം, VD സതീശനാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആദ്യമായിട്ട് പറഞ്ഞു. ഈ വിഷയത്തിൽ ഗവൺമെന്റ് പ്രതികരണം, അന്വേഷണം പോലും എത്രമേൽ പരാജയമായ രൂപത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ഇതിനെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യപ്പെടണ്ടേ? കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണം. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം പോലീസിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. സ്വർണം പൊട്ടിക്കൽ, സ്വർണം തട്ടിയെടുക്കൽ, ഈ ഗുണ്ടാ സംഘയോട് ചേർന്ന് നിൽക്കൽ, പോലീസ് തന്നെ കൊലപാതകളായി മാറുന്നത്, ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നത്, എല്ലാ വാർത്തകളും പുറത്തു വരുന്നു. ഇപ്പോ CPM പറയാണ് തെരുവിലിറങ്ങണം നിങ്ങളുടെ ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ. അതോട് വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഈ സബ്ജക്റ്റിൽ നിന്ന് മാറുകയാണ്. അൻവറുമായ ഒരു തുറന്ന യുദ്ധത്തിന് CPM, അതിനുവേണ്ടി CPMന്റെ സഖാക്കൾ രംഗത്തിറങ്ങുന്നു. ഇത് മലപ്പുറത്ത് കോലം കത്തിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ തെരുവിൽ മുഴുവൻ പ്രകടനം നടത്തുന്നു. അൻവറുമായി CPM നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചല്ല മാധ്യമങ്ങളോ നമ്മളോ ചർച്ച ചെയ്യേണ്ടത്. അൻവർ പുറത്തുവിട്ട വിഷയം, അൻവർ ഒരു ശുദ്ധനാണെന്നോ പരിശുദ്ധനാണെന്നോ അഭിപ്രായം ഞങ്ങൾക്കില്ല. അൻവറിനെ തള്ളാനോ കൊള്ളാനോ ഞങ്ങളില്ല. കാരണം അൻവറിന്റെ ഇന്നലകളെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അൻവർ പറഞ്ഞ വിഷയം അത് മെറിറ്റോറിയസ് ആണ്. അത് പ്രതിപക്ഷം നേരത്തെ ഉന്നയിക്കപ്പെട്ടതാണ്. ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അൻവർ ഉൾപ്പെടെയുള്ള അന്നത്തെ ഇടതുപക്ഷം അതിനെ നിരാകരിച്ചതാണ്. അത് ആരോപണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ഇപ്പൊ വയനാട് ജില്ലാ സെക്രട്ടറി, CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ഇന്ന് കൊടുത്ത നിങ്ങൾക്കെന്ന അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷനകത്ത് CPMകാർക്ക് പോലും നീതി കിട്ടുന്നില്ല, ഞങ്ങൾക്ക് കിട്ടുന്നില്ല, UDFന് കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ഇപ്പൊ CPMന്റെ നേതാക്കന്മാരെ പറയുന്നു ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ RSSന് മാത്രം സുരക്ഷിതമായ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു പോലീസിംഗ് സിസ്റ്റം കേരളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ട് വന്നത്? അതിന് ADGP നേതൃത്വം കൊടുക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുമ്പോൾ, അൻവർ ഉൾപ്പെടെ അത് പറയപ്പെടുമ്പോൾ എന്താണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? വിശദമായ അന്വേഷണങ്ങൾ നടക്കണം. നമുക്കറിയാലോ, ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ മുഖ്യമന്ത്രി പോയിരുന്ന നാടല്ലേ നമ്മുടെ നാട്? ആരുടെ ആരോപണത്തിന്റെ പേരിലാണ് എന്ന് നമുക്കറിയാം. ഇന്ന് കേരളത്തിലെ ലെജിസ്ലേറ്റീവ് മെമ്പറായ ഒരാൾ ആ മുന്നണിക്കകത്തെ തന്റെ നേതാവിനെ കുറിച്ച് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക്, അൻവറിനെ തന്നെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ മകൻ പിതാവിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ ഒരു കാലത്ത് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് വ്യക്തവരുത്തതിന് പകരം തെരുവിൽ കലാപം അഴിച്ചുവിടാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി ആഹ്വാനം കൊടുക്കുന്ന ഒരു ഗതികേടിലേക്ക് ഈ നാട് എത്തിയില്ലേ? നമുക്കറിയാം, ഇപ്പൊ ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നു. എന്താണ് അന്വേഷണത്തിന്റെ കാരണമായുള്ളത്? ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ ആ രംഗത്ത് വരലല്ലേ സ്വാഭാവികമായി അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ ഇവിടെ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് അൻവർ വീണ്ടും തിരിഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുകയും അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണത്തിലേക്ക് തിരികെയും ചെയ്യുന്നത് ഒരു പാർട്ടിയും സഹിക്കില്ലല്ലോ. അൻവർ, ഞാൻ പറയട്ടെ, ആർക്കെതിരെ അന്വേഷണം നടത്തുന്നു? ADGPക്കെതിരെ അന്വേഷണം നടത്തുന്നു അല്ലെ? ആർക്കെതിരെ അന്വേഷണം നടത്തുന്നു? ADGPക്കെതിരെ അന്വേഷണം നടത്തുന്നു. ആരാ അന്വേഷണം നടത്തുന്നത്? ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പോലീസുകാർ അന്വേഷണം നടത്തുന്നു. എന്ത് പരിഹാസമാണിത്? ശരി, ഇതൊരു പരിഹാസമല്ലേ?
സ്മൃതിക്ക് അങ്ങനെ തോന്നുന്നില്ലേ? മലയാളിക്ക് മൊത്തം അത് തോന്നുന്നില്ലേ? അല്ല, എന്റെ ഈ പരിഹാസത്തെയാണോ CPM അതിനെ എങ്ങനെ കാണുന്നു? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അങ്ങനെ നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ അത് സഹിക്കുക എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ലീഗ് അങ്ങനെ സഹിക്കുമോ? ഇല്ലല്ലോ. ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ തുടരട്ടെ എന്ന് ലീഗ് തീരുമാനിക്കുമോ? ഞാൻ നേരത്തെ സ്മൃതിയോട് പറഞ്ഞല്ലോ, അൻവർ നേതാക്കന്മാർക്കെതിരെ തിരിഞ്ഞോ, നേതാക്കന്മാർ അൻവറിനെതിരെ തിരിഞ്ഞോ എന്നതല്ലല്ലോ നമ്മുടെ പ്രശ്നം. അൻവർ ഉന്നയിക്കപ്പെട്ട പ്രശ്നം, അത് UDF ഒരു വർഷക്കാലമായി കേരളത്തിൽ പറയുന്ന ഒരു പ്രശ്നം. ശരി, അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അതാണ് പ്രധാനം. താങ്കൾ പറഞ്ഞു അത് ആവർത്തിക്കേണ്ടതില്ല, മനസ്സിലാക്കാനാകുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.